ആലപ്പുഴ കേസിൽ ചർച്ച നടത്തിയിട്ടില്ലെന്ന് ആവർത്തിച്ച് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ്. ആരോപണത്തിൽ ടൂറിസം ഡയറക്ടർ മറുപടി പറഞ്ഞു. മറ്റൊരു വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ തന്റെ പേര് വലിച്ചിഴയ്ക്കുന്നതിന് പിന്നിൽ അജണ്ടയാണ്. മറുപടി പറയാതെ ഓടിപ്പോയി എന്ന് പറയേണ്ട എന്ന് കരുതിയാണ് കാര്യങ്ങൾ ആവർത്തിക്കുന്നതെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. എൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത് എന്താണെന്ന് ജനങ്ങൾക്ക് അറിയാം. ഇത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. പിന്നെ അദ്ദേഹം ഹൈജാക്കിന് എന്തോ കഥ പറഞ്ഞു. അത് ചേരുക അദ്ദേഹത്തിന് തന്നെയാണ്. ഹൈജാക്ക് പട്ടം ചേരുക അദ്ദേഹത്തിനാണ്. എന്തുകൊണ്ട് എന്നെ ഇതിൽ വലിച്ചടക്കുന്നു എന്നുള്ളത് കൃത്യമായൊരു അജണ്ട ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ പറയുന്നു ഞങ്ങൾ മദ്യനയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ടില്ല. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉറപ്പിച്ച് പറയുക ചർച്ച നടന്നിട്ടുണ്ട്. അത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്നലെ KSU നടത്തിയ ചർച്ചയായിരിക്കും. ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നു കോഴിക്കോട്ട് നിന്ന്. തത്സമയം ദീപക് മലയമ്മ, മന്ത്രി വിശദീകരിക്കുന്നുണ്ട്, ആവർത്തിച്ച് പറയുന്നതിന് പിന്നിലെ കാരണവും പറയുന്നുണ്ട്. യോഗമില്ല എന്ന് മന്ത്രി പറയുമ്പോൾ മറുഭാഗത്ത് പ്രതിപക്ഷത്തിന്റെ വാദം അത് പ്രതിരോധത്തിലാക്കുന്നുണ്ടോ മുഹമ്മദ് റിയാസിനെ? സുജയ, ഇന്നലെയും ഇതേ വിഷയത്തിൽ തന്നെ നമ്മൾ മന്ത്രി PA മുഹമ്മദ് റിയാസുമായി സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിലും ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള ചർച്ചയും മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടില്ല എന്നുള്ള നിലപാടാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ആവർത്തിക്കുന്നത്. ആദ്യഘട്ടത്തിൽ എന്താണോ പറഞ്ഞത് അതേ നിലപാടിൽ തന്നെ തുടരുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങളെല്ലാം തന്നെ ചില അജണ്ടയുടെ ഭാഗമായാണ്. എക്സൈസ് വകുപ്പിൽ മാത്രം നടക്കേണ്ട ഒരു ചർച്ച അത് ടൂറിസം വകുപ്പിനെ കൂടി അതിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് പോലും അതിൻ്റെ ഭാഗമായാണ് എന്നുള്ള നിലപാടാണ് റിയാസ് സ്വീകരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കാര്യത്തിലെല്ലാം തന്നെ വ്യക്തത വരുത്തിക്കൊണ്ട് ടൂറിസം ഡയറക്ടർ ഇന്നലെ തന്നെ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് മറ്റൊന്നും പറയാനില്ല എന്നുള്ള സമീപനവും സ്വീകരിക്കുന്നു. ഒപ്പം ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഈ ഓൺലൈനായി യോഗം ചേർന്നു എന്നതിനടക്കമുള്ള അത്തരത്തിലുള്ള ആരോപണങ്ങളിൽ KSUവിനെ കഴിഞ്ഞ ദിവസം നടന്ന കൂട്ടത്തല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ഒരു ഹാസ്യ പ്രതികരണങ്ങൾ മാത്രമാണ് ഇന്നിപ്പോൾ റിയാസ് നടത്തിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഉണ്ട് എങ്കിൽ അത് പ്രതിപക്ഷം തന്നെ തെളിയിക്കട്ടെ എന്നുള്ള നിലപാടാണ് പൊതുവെ മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇന്നലെ സംസാരിക്കുമ്പോഴും കൃത്യമായി പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ചർച്ച നടന്നിട്ടുള്ളതായി മന്ത്രിക്കോ അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസിനോ അറിവില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ ചർച്ചകളൊന്നും തന്നെ നടത്തുകയും ചെയ്തിട്ടില്ല. പിന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന ചർച്ചകൾ അത് മന്ത്രി പറഞ്ഞ് നടത്തേണ്ട ചർച്ചകൾ അല്ലെങ്കിൽ മന്ത്രിയെ അറിയിച്ച് നടത്തേണ്ട ചർച്ചകൾ അങ്ങനെയില്ല. ചില ചർച്ചകൾ അത്തരത്തിൽ നടക്കാറുണ്ട് എന്നുള്ള കാര്യവും കൂടി റിയാസ് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തരം ഉയർന്നു വരുന്ന ആരോപണങ്ങളെയെല്ലാം പൂർണ്ണമായി തള്ളിക്കൊണ്ട് തന്നെ പ്രതിരോധം തീർത്തുകൊണ്ടാണ് PA മുഹമ്മദ് റിയാസ് മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. സുജയ.